കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആതുര ശുശ്രൂഷാ കേന്ദ്രമാണ്. ലക്ഷക്കണക്കായ മനുഷ്യർ ആരോഗ്യ പരിചരണത്തിനും മാറാരോഗങ്ങളുടെ ചികിത്സയ്ക്കുമായി ഇവിടെ എത്തുന്നു. സൃഷ്ടിച്ച നാഥൻ നമ്മൾക്ക് ജീവിതവും മരണവും ഉണ്ടാക്കിത്തന്ന ഒരു പരീക്ഷണാർത്ഥാണ്. നമ്മളെ ഏറ്റവും നല്ല വിധത്തിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, ഏറ്റവും നല്ല വിധത്തിൽ ആരാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യവും രോഗവും, നമ്മുടെ സമ്പത്തും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ ഒഴിവ് സമയം എല്ലാം നമ്മൾക്കൊരു പരീക്ഷണമാണ്. നമ്മുടെ സംസാരം, നമ്മൾ നല്ലതാണോ സംസാരിക്കുന്നത്, നല്ലതാണോ കാണുന്നത്, എല്ലാം ഒരു പരീക്ഷണം മാത്രമേ ഉള്ളൂ. അതിങ്ങനത്തെ ഒരുപാട് രോഗികളൊക്കെ കാണുമ്പോൾ തീർത്തും നമ്മൾക്ക് എപ്പോഴും റബ്ബിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ആരോഗ്യമാണ് ഒരു ജനതയുടെ ഏറ്റവും മഹത്തായ സമ്പാദ്യങ്ങളിലൊന്ന്. നമ്മുടെ നാടാകട്ടെ നാളേറും തോറും ദയനീയമായ അനാരോഗ്യത്തിൻ്റെ പിടിയിലമരുകയാണ്. എനിക്കും എൻ്റെ ചേച്ചിക്ക് അസുഖം ക്യാൻസറാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 വർഷമായി. മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം. ഇപ്പം നാട്ടുകാരുടെ സഹായത്തിലാണ് അപ്പം ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ISML വന്ന് മരുന്ന് വാങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ സുഖമായിട്ട് ഈ മരുന്നിനെ പറ്റി ചിന്തിക്കാതെ ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്നെ ഏറ്റവും വലിയൊരു സഹായമാണ്. അസുഖവും ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രഷർ, ഷുഗർ, എല്ലാ രോഗങ്ങളും ഉണ്ട്. അത് വളരെ കാലമായിട്ട് ഇത് തുടങ്ങിയെന്ന് പല രോഗങ്ങൾക്ക് ഇവിടുന്ന് മരുന്നിരുന്നു. 10-20 കൊല്ലം സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ വളരെ സഹായങ്ങളൊക്കെ ഇവിടം കൊണ്ട് മരുന്ന് കിട്ടിയിട്ടാണ് കഴിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തിലെ ചെറുപ്പക്കാരായ കുറേ കച്ചവടക്കാർ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഡോക്ടറുടെ ഷീട്ടുമായി മരുന്ന് വാങ്ങാൻ കഴിയാത്ത കുറേ പാവപ്പെട്ട ആളുകൾ സ്ഥിരമായി വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ സ്വന്തം പൈസ പിരിവെടുത്തുകൊണ്ട് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് ആളുകൾ അറിഞ്ഞതോടുകൂടി പല പാവപ്പെട്ട രോഗികളും ഇവരെ സമീപിക്കാൻ തുടങ്ങി. പിന്നീട് വില കൂടിയ പല മരുന്നിൻ്റെ ഷീട്ടുകളുമായി ഇവരടുത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് സ്വന്തമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. ഇങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഈ കൂട്ടം ചെറുപ്പക്കാർ ഒരു മെഡിക്കൽ എയ്ഡ് സെൻ്ററിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിലും ഈ കാരുണ്യബോധം ഉണ്ടാകണം എന്നുള്ളത് റബ്ബിൻ്റെ ഒരു കൽപ്പനയാണ്. നമ്മളൊരു കാരുണ്യബോധം ഉണ്ടാവണം. ഈ കാരുണ്യബോധം നമ്മൾക്കറിയാം, ഒരു പ്രസിദ്ധമായ നബിവചനമുണ്ട്: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ഉപരിലോകത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ഇവിടെ ജാതി മത ഭേദ വ്യത്യാസമല്ല, സംഘടന ഒന്നുമല്ല. മനുഷ്യന്മാരോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, കാരുണ്യം കാണിക്കുക. പടച്ച റബ്ബ്, സൃഷ്ടിച്ച നാഥൻ നിങ്ങൾക്കെപ്പോഴും സഹായമാവും. നല്ല സംഘടനയാണ്. നമുക്ക് ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നിട്ട് അവർ ഞങ്ങളെ സഹായിച്ച് ഞാൻ ഓർക്ക് കൊണ്ട് ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരാണ് എനിക്കൊരു തണലായിട്ടുണ്ടായിട്ടില്ല, വേറൊരാളുണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് വണ്ടിയില്ലാതെ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് 5 ദിവസം 6 ദിവസം ഡിസ്ചാർജ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് യാതൊരു രക്ഷയില്ലാതെ ISMൻ്റെ വണ്ടി എന്നിട്ടാണ് ഞങ്ങൾ പുരയിലെത്തിയത്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാര്യമായിട്ട് മരുന്നിനും ചികിത്സയ്ക്കൊക്കെ ഇപ്പോൾ ISMൻ്റെ വാങ്ങിയിട്ടാണ് 4 വർഷമായിട്ട്. അപ്പോൾ പ്രാതൽ ഭക്ഷണം ഇപ്പോൾ 200ഓളം രോഗികൾക്ക് നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അസുഖങ്ങളോടൊപ്പം ദാരിദ്ര്യവും പട്ടിണിയും കൂടെ വന്നാലോ? വിശപ്പും വേദനകളും യാതനകളും പേറിയെത്തുന്ന ആയിരക്കണക്കിന് രോഗികൾ പലപ്പോഴും ഭാരിച്ച ചികിത്സാ ചെലവുകൾക്ക് മുമ്പിൽ നിരാശയോടെ പകച്ചു നിൽക്കുന്നു. ഞാൻ 5-8 വർഷമായി ISMൻ്റെ ആളുകൾ ഇന്ന് വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാ കഷ്ടപ്പാടും തീരാൻ വേണ്ടി ഭക്ഷണവും ഇപ്പോൾ 3-4 മാസമായി പച്ചക്കറികൾ, സാധനങ്ങൾ. പിന്നെ എനിക്ക് അസുഖം കാരണം ഞാനൊരു വികലാംഗനാണ്. രോഗികളുടെ കിടക്കുന്ന കട്ടിലുകൾ വളരെയധികം ജീർണിച്ച് മൂട്ട അരിക്കുന്ന ബെഡുകളും തുരുമ്പ് പിടിച്ച കട്ടിലുകളുമായി സർക്കാർ ഈ ഒരു മെയിൻ്റനൻസ് വർക്കിന് വളരെയധികം ഡിലേ ഉള്ളതിനാൽ ഇത്തരം രോഗികൾ കഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ ഒരു 15ഓളം ഇത്തരം ജീർണിച്ച് കിടക്കുന്ന കട്ടിലുകൾ, ബെഡ്, ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ്, ഇത്തരത്തിലുള്ള ഒരു 15ഓളം വാർഡുകൾ നമ്മൾ ISM മെഡിക്കൽ എയ്ഡ് സെൻറ്റർ പൂർണ്ണമായും റിനോവേറ്റ് ചെയ്ത് കൊടുത്തു.
7 മാസത്തിനുള്ളിൽ എനിക്ക് വേണ്ട സഹായങ്ങൾ ഈ കമ്മിറ്റി തന്നിട്ടുണ്ട്. ആ 7 മാസത്തിൽ ഒരു 2-3 ദിവസം വീട്ടിൽ പോകും, പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരും. ഇങ്ങനെയായിരുന്നു. ഊരവേദന, കാല് കടച്ചിൽ, പുകച്ചിൽ, മറ്റുള്ള സംഗതികൾ. 2.5 മാസമായി ഞാൻ അവിടെ ആശുപത്രിയിൽ കിടക്കണേ. അപ്പോൾ എനിക്ക് ഒരു മരുന്ന് തരുന്നുണ്ട്, ഭക്ഷണം തരുന്നുണ്ട്, ഒരു കണ്ണാടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഒരു തരാന്ന് വന്നിക്കിന് നല്ല സഹായമൊക്കെ ഉണ്ട്. ചില രോഗികൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം മാത്രമാണ്. മറ്റു ചിലർക്ക് മരുന്നുകൾ, പിന്നെയും ചിലർക്ക് ഭക്ഷണം, മെഡിക്കൽ ഉപകരണങ്ങൾ, ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായം. നമ്മൾ മനസ്സിലാക്കണം, ഒരു രോഗം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഒരുപാട് വിഷമിക്കും, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും, നമ്മുടെ മാനസിക സംഘർഷങ്ങളുണ്ടാവും. ഈ രോഗി കിടക്കുമ്പോൾ അവിടെ നമ്മൾക്കൊരു നല്ലൊരു വാക്ക് പറഞ്ഞാൽ രോഗികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം, അവിടെ കിടക്കുന്ന രോഗികൾക്കൊരു കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ചിലപ്പോൾ നിലത്ത് കിടക്കേണ്ടി വരും. അവിടെ മെഡിക്കൽ കോളേജ് ബാത്റൂമിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടായെന്ന് വരില്ല. വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലാണ് രോഗികൾ അവിടെ കഴിയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾക്കൊരു നല്ലൊരു വാക്ക്, നല്ലൊരു സേവനം, ഒരു സമാധാനപ്പെടുത്തൽ, ഒരു സാന്ത്വനപ്പെടുത്തൽ, അതൊരു ചെറിയൊരു വാക്കാവാം. എന്നാൽ ആ വാക്കിന് പിന്നിലുള്ളൊരു മാനസിക വികാരമുണ്ട്, മനസ്സിൻ്റെ ഒരു നീയത്ത്, അത് വലുതാണ്. മനസ്സിൻ്റെ റബ്ബിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ തീർത്തും രോഗികൾക്ക് ഒരുപാട് ആശ്വാസം. കിഡ്നി സംബന്ധമായ അസുഖം കഴിഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ 3.5 വർഷമായി. ഇപ്പോഴും മരുന്ന് തുടർന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് വരെ കുടിക്കുന്ന മരുന്ന് അവരാണ്, ജീവൻ നിലനിർത്തേണ്ട മരുന്ന് മുഴുവൻ അവരാണ് തരുന്നത് എനിക്ക്. നമ്മൾക്കറിയാം, ഇപ്പോൾ പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ കൺസ്യൂമറിസം, പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ മരുന്നുകളുടെയൊക്കെ ഒരുപാട് വിലയുള്ള മരുന്നുകളാണ് രോഗികൾക്കുള്ളത്. ഈ മരുന്നുകളൊക്കെ താങ്ങാനാവാത്തതാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ കോളേജിൽ നിന്ന് മരുന്ന് ലഭ്യമാണെന്നില്ല. പലപ്പോഴും അക്യൂട്ട് കണ്ടീഷൻ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നമ്മൾക്ക് ആ മരുന്ന് എത്തിച്ചു കൊടുത്തതിന് ചിലപ്പോൾ രോഗീൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പലപ്പോഴും നമ്മൾക്കറിയാം, ഒരു രോഗി കഷ്ടപ്പെടുന്നതായി രോഗി ചിലപ്പോൾ വീട്ടിലെ പ്രധാന ബ്രെഡ് ഏണറായിരിക്കും, അല്ലെ, ഭർത്താവായിരിക്കും, അച്ഛനായിരിക്കും, കുട്ടികളെ പോറ്റേണ്ട അച്ഛനായിരിക്കും. അവർ രോഗമായിട്ട് കിടന്നാൽ അവർക്ക് എന്തൊരു ആശ്വാസമാണ് ഇങ്ങനത്തെ ഒരുപാട് ജനങ്ങൾ വരുമ്പോൾ. അപ്പം നമ്മൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ലുക്കീമിയ തന്നെ എനിക്കറിയാം. ലുക്കീമിയയിൽ ഒരു 4-5 അക്യൂട്ട് ലിംഫാറ്റിക് ലുക്കീമിയ പറയും. അതൊരു മാസത്തോളം 4-5 പുതിയ കേസുകൾ നമ്മൾക്ക് കിട്ടാറുണ്ട്. ഈ ലുക്കീമിയയിൽ തന്നെ ഒരു മാസം ഇൻഡക്ഷൻ ഫേസസിൽ 3 മാസങ്ങളുണ്ട്. ആ 3 മാസത്തിൽ ഫസ്റ്റ് ഫേസും ലാസ്റ്റ് ഫേസും എനിക്ക് 10 L-asparagine ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതെൻ്റെ അനുഭവം കൊണ്ട് തന്നെ പറയുന്നത്. L-asparagine ഇഞ്ചക്ഷൻ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ ലഭ്യമാവാറില്ല. അപ്പോൾ നമ്മൾക്കൊരു വേറെ വഴിയില്ല. രോഗികൾ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ മുമ്പിൽ ചോദിക്കും. ഒരു ഇഞ്ചക്ഷന് 2000-3000 പല റേറ്റിലും ഇഞ്ചക്ഷനുള്ളത്. കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്. ഇവിടെയൊക്കെ നമ്മൾക്കൊരു ആശ്വാസം, നമ്മൾ എളുപ്പത്തിൽ പറയും, അത് ISM മെഡിക്കൽ എയ്ഡ് സെൻ്ററിൽ പോയിക്കോളൂ, അവിടുന്ന് കിട്ടും. ഇതൊരു അനുഭവമാണ്. ഞാൻ ഡോക്ടർ എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ രോഗികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾക്ക് രോഗികൾ വളരെ എളുപ്പത്തോട് പറയും, ഇത് ISM മെഡിക്കൽ എയ്ഡ് സെൻ്ററാണ്, L-asparagine ഒക്കെ കിട്ടും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭക്ഷണം കിട്ടാറുണ്ട്. 2 നേരം രാവിലെയും ഉച്ചക്കും കിട്ടാറുണ്ട്. വീട്ടിൽ ഞങ്ങൾക്ക് പിന്നെ ISMൻ്റെ ആൾക്കാർ തന്നെ വീട്ടിലേക്കുള്ള അരി ആഴ്ചയിലേക്ക് തരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു സഹായങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഞാൻ ആലോചിച്ച് പോകും, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബേ, ഈ മരുന്നുകൾ കൊടുത്ത് ഈ മരുന്നിനുണ്ടാക്കിയ സമ്പത്ത്, കാശ് വേണമല്ലോ. ഒരു മരുന്നിന് 2000-3000 ഒക്കെ ഇഞ്ചക്ഷന് വിലയുണ്ട്. ഈ മരുന്നിന് കാശ് കൊടുത്ത ആൾക്കാർക്ക് എത്ര പ്രതിഫലം കിട്ടും, അല്ലേ? നമ്മൾ നോക്കുക, അവർ ഈ സീനിലേ വരുന്നില്ല. രോഗികൾക്ക് അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല, ഒരു മനുഷ്യനറിയുന്നില്ല ഇതിൻ്റെ കാശ് എവിടെ നിന്ന് വരുന്നു. ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ജനങ്ങളുടെ സമ്പത്താണ് അവിടെ എത്തുന്നത്. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അഗതികൾക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവൻ, പലപ്പോഴും ഞാൻ ആലോചിച്ചു, നമ്മളെല്ലാവരും തന്നെ മതത്തെ വ്യാജമാക്കുന്നവരാണോ? ഭക്ഷണം കൊടുക്കാത്തവരല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സംരംഭം അവിടെ, പ്രത്യേകിച്ചും പണ്ട് കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഉച്ചക്കായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് സർക്കാർ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർ പ്രഭാത ഭക്ഷണം ഇപ്പോൾ ISM മെഡിക്കൽ എയ്ഡ് സെൻറ്റർ കൊടുക്കണം. അത് വേറെ ISM മെഡിക്കൽ എയ്ഡ് സെൻറ്ററിൻ്റെ പ്രവർത്തനമാണ് ഉപകരണ വിതരണം. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓർത്തോപെഡിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നിവയ്ക്കൊക്കെ ഒരുപാട് നമ്മൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമാണ്. അതും അവർ അത്യാവശ്യ ഘട്ടത്തിൽ അത് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾക്കറിയാം, സ്ട്രെച്ചർ,
വീൽ ചെയർ അല്ലെങ്കിൽ ബെഡ്സ്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് 2ലും 5ലൊക്കെ വന്നാൽ അവിടുത്തെ ഹെമറ്റോളജി വിഭാഗത്തിൽ നിങ്ങൾക്കറിയാം അവിടെ ഇപ്പോഴും അവർ ISM മെഡിക്കൽ എയ്ഡ് സെൻ്റർ കട്ടികൾക്ക് ഉണ്ട്. നമ്മൾക്കറിയാം ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഒരു കട്ടിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ കട്ടിലൊക്കെ മേടിക്കുന്നതിൽ ഒരുപാട് പ്രോസസ്സാണ്. ഇൻഡൻ്റ് എഴുതണം, സൂപ്പറിൻ്റെ അടുത്ത് പോകണം, അതൊരുപാട് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് നമ്മളിങ്ങനത്തെ മതസംഘടനകളുടെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മൾ വിളിച്ച് സഹായം ചോദിക്കാറുണ്ട്. വേറെ എന്നുള്ളതാണ് ആശുപത്രി ശുചീകരണം. നമ്മൾക്കറിയാം മതം, വിശ്വാസം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന വഴിയിൽ ഉള്ള മാലിന്യം നീക്കാൻ, ബുദ്ധിമുട്ടുകൾ നീക്കാൻ എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ പരിസര ഒരുപാട് വൃത്തികേടായിരിക്കും. ചിലപ്പോൾ ബാത്റൂമുകളും ഇതൊക്കെ പലപ്പോഴും വൃത്തികേടായിട്ട് കിടക്കാറുണ്ട്. അതിനാൽ അതൊരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ദിവസം, ചിലപ്പോൾ ഗാന്ധി ജയന്തി, അങ്ങനെ പല ഏതെങ്കിലും ദിവസങ്ങളായിട്ട് ISM മെഡിക്കൽ എയ്ഡ് സെൻ്ററും പല സംഘടനകളും അവിടെ അത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരം ശുചീകരിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് വാർഡ് നവീകരണം. പല വാർഡുകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ISM മെഡിക്കൽ എയ്ഡ് സെൻ്റർ അതിനെ റിനോവേഷന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ പദ്ധതികൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹാർട്ട് കെയർ ഓപ്പറേഷൻ. ചെറിയ കുട്ടികൾക്ക് 50ഓളം കുട്ടികൾക്ക് കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് അവരെ ഹാർട്ട് ഓപ്പറേഷൻ പൂർണ്ണാർത്ഥത്തിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന സംരംഭം അവരാരംഭിച്ചിരിക്കുക. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതാണ് ഹാർട്ട്. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു ജീവിതം തന്നെയാണ് നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നത്. കുട്ടി ചെയ്യുന്ന നന്മേൻ്റെ പ്രതിഫലമെല്ലാം ഈ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സഹായിച്ച മനുഷ്യന് എത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ ചെയ്യുന്ന സുജൂദ് എന്തൊരു നന്മയായിക്കോട്ടെ, തലമുറകളോളം ചെയ്യുന്ന നന്മകൾ, അതിൻ്റെ പ്രതിഫലമെല്ലാം ഈ സാമ്പത്തിക സഹായം ചെയ്ത ആൾക്കാർക്ക് എത്തും. അതേപോലെ തന്നെ ഈ അടുത്തൊരു ആംബുലൻസും അവർ മേടിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ റോഡിലൊക്കെ വാഹനാപകടങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസരത്തിൽ എത്രയും പെട്ടെന്ന് രോഗികൾ ആസ്പത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ISM മെഡിക്കൽ എയ്ഡ് സെൻ്ററിൻ്റെ ആംബുലൻസ്. അതേപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ എയ്ഡ് സെൻ്ററും തുടങ്ങാൻ അവർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പലപ്പോഴും സംഘടനകൾ അറിയാതെ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ. പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം രോഗങ്ങളുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗം ഇല്ലാതെ എങ്ങനെ നോക്കാൻ, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾക്കറിയാം അല്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വരാത്ത അവസ്ഥ, ഇതിന് നല്ലൊരു ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാ മതസംഘടനകളും അത് നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ISM മെഡിക്കൽ എയ്ഡ് സെൻ്റർ പോലത്തെ പല മതസംഘടനകളും അവിടെ ചെയ്യുന്ന പ്രവർത്തന റബ്ബ് തക്കമായ പ്രതിഫലം നൽകട്ടെ. സ്നേഹത്തോടെയുള്ള ഔഷധങ്ങൾ മനുഷ്യരുടെ രോഗയാതനകൾക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ ക്രൗര്യങ്ങളെ കൂടി ശമിപ്പിച്ചേക്കാം.